ഉദംപൂർ റെയിൽവേ സ്റ്റേഷൻ എത്തിയതിനു ശേഷം ഞങ്ങൾ അടുത്ത ലക്ഷ്യസ്ഥാനം എന്ന് വെച്ചാൽ ബനിഹാൽ എന്ന് പറയുന്ന സ്ഥലമാണ്. അവിടത്തേക്ക് നമ്മൾ ടാക്സിയിലോ ബസ്സിനോ പോകണം. അങ്ങനെ റെയിൽവേ സ്റ്റേഷന് പുറത്തേക്ക് ഇറങ്ങി ഒരു ടാക്സിക്കാരോട് ഞങ്ങൾ എത്ര രൂപ വരുമെന്ന് ചോദിച്ചു ബനിഹാലിലേക്ക് പോകുന്നതിന്. അദ്ദേഹം പറഞ്ഞു 7000 രൂപ വരുമെന്ന്. ഞങ്ങൾ കേട്ടപ്പോൾ തന്നെ വേണ്ട എന്നുള്ള മറുപടിയും പറഞ്ഞു. അങ്ങനെ റെയിൽവേ സ്റ്റേഷനാണ് ഞങ്ങൾ ബസ്സിന് ഞങ്ങൾ ഉദംപൂർ ടൗണിലേക്ക് പോയിട്ടോ. ഒരാൾക്ക് 20 രൂപയാണ് പോകുന്നത്. ഉദംപൂർ ടൗണിൽ നിന്ന് നിരവധി ഷെയറിംഗ് ടാക്സികളും ബസ്സുകളും നമുക്ക് ബനിഹാലിലേക്കും കാശ്മീരിലെ ശ്രീനഗറിലേക്കും നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. ചെറിയ പൈസ ഉള്ളൂ, 300 400 എന്നൊക്കെ നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുന്നതാണ്. ഉദംപൂരിൽ നിന്ന് ബനിഹാലിലേക്ക് ഞങ്ങൾക്ക് 350 രൂപ ഒരു ഷെയറിംഗ് ടാക്സി കിട്ടി. ആ ഒരു വണ്ടിയിൽ ഞങ്ങൾ ബനിഹാലിലേക്ക് പോകുന്നതിന് അപ്പോഴത്തേക്കാണ് മിലിറ്ററിക്കാർ ഞങ്ങളുടെ വണ്ടി തടയുകയുണ്ടായത്. അമർനാഥ് യാത്രയുടെ ഭാഗമായിട്ട് 5 മണിക്ക് ശേഷം വണ്ടി വിടില്ല, ഇനി പിറ്റേ ദിവസം 5 മണിക്ക് പോകാനായിട്ട് സാധിക്കുള്ളൂ എന്നായിരുന്നു മിലിറ്ററിക്കാരുടെ ഭാഗത്തു നിന്ന് പറഞ്ഞത്. ചെക്ക് പോസ്റ്റിന്റെ തൊട്ടടുത്തായിട്ട് തന്നെ അമർനാഥ് യാത്രയുടെ ക്യാമ്പ് ഉണ്ട്. അവിടെ പോയിക്കാൻ താമസവും ഭക്ഷണവും ഫ്രീ ആയിട്ട് കിട്ടുമെന്ന് മിലിറ്ററിക്കാർ പറഞ്ഞു. ഞങ്ങൾക്ക് സമയം വളരെയധികം കുറവായതുകൊണ്ട് മിലിറ്ററിക്കാരുടെ അനുവാദത്തോടെ ഞങ്ങൾ ബാഗും എടുത്ത് നേരെ അടുത്ത ചെക്ക് പോസ്റ്റിൽ നിന്ന് വണ്ടി പിടിക്കാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങളുടെ എന്തോ ഭാവത്തിന് ഒരു ടാക്സി കിട്ടി. 150 രൂപയും കൊടുത്ത് ഞങ്ങൾ നേരെ ബനിഹാലിലേക്ക് പോയി. രാത്രി 8 മണിയായപ്പോഴത്തേക്കും ബനിഹാലെത്തി. അമർനാഥ് യാത്രയുടെ ഭാഗമായിട്ട് റോഡെല്ലാം ക്ലോസ് ആയതുകൊണ്ട് ഇനി മുമ്പോട്ടുള്ള യാത്ര പോസിബിൾ അല്ലെന്ന് ഓർത്ത് ഞങ്ങൾ ബനിഹാലിൽ ഒരു 500 രൂപയുടെ റൂമും എടുത്തു. അങ്ങനെ ഫ്രഷ് ആയി കഴിഞ്ഞ ശേഷം നല്ല വിശപ്പ് അനുഭവപ്പെടാൻ തുടങ്ങി. അങ്ങനെ പുറത്തൊരു ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം കഴിക്കാണ്ട് തീരുമാനിച്ചു. ഈ ഒരു പച്ചക്കളറിൽ കാണുന്ന കേട്ടോ ഹൈദരാബാദ് ചിക്കൻ ബിരിയാണി. സാധാരണ മഞ്ഞയും ഓറഞ്ചും ചേർന്നിട്ടുള്ള ഒരു ബിരിയാണിയാണ് ഹൈദരാബാദ് ചിക്കൻ ബിരിയാണി. ഭക്ഷണമെല്ലാം അടിപൊളിയായിരുന്നു. വീണ്ടും ഞങ്ങൾ ഹോട്ടലിലേക്ക് പോയി. അപ്പോൾ എന്തായാലും ഈ ഒരു യാത്രയുടെ അടുത്തൊരു സ്റ്റോറീസുമായിട്ട് അടുത്തൊരു ട്രക്കിംഗ് വീഡിയോ കാണാം. ഓക്കെ ബൈ.